ഈ ഹേമ കമ്മീഷൻ എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. വലിയ ചർച്ചാ വിഷയമാണ് ഹേമ കമ്മീഷൻ. ആരെങ്കിലും ഇത് മുഴുവൻ വായിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ മനഃപൂർവമോ അല്ലാതെയോ മറച്ചു വെച്ച ചില ഭാഗങ്ങളുണ്ട്. അതിൽ വലിയ ഇക്കിളിപ്പെടുത്തുന്ന സീനില്ല, ഭയപ്പെടുത്തുന്ന സീനാണ്. അതുകൊണ്ട് മാധ്യമങ്ങളും അത് തൊടുന്നില്ല, നടന്മാരാരും തൊടുന്നില്ല, സാങ്കേതിക വിദഗ്ധർ തൊടുന്നില്ല, രാഷ്ട്രീയക്കാർ തൊടുന്നില്ല. പക്ഷേ പത്രികയ്ക്ക് അങ്ങനെ നോക്കേണ്ട കാര്യമില്ലല്ലോ. പത്രിക എന്നോട് പറഞ്ഞു, അതങ്ങോട്ട് പറഞ്ഞോ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒരു കമ്മീഷൻ റിപ്പോർട്ടല്ല. കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻക്വയറീസ് ഓഫ് കമ്മീഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ആക്റ്റുണ്ട്. ആ ആക്ടിൻ്റെ കീഴിൽ സംസ്ഥാനങ്ങളോ കേന്ദ്രമോ ഒക്കെ വയ്ക്കുന്ന കമ്മീഷനാണ് കമ്മീഷൻ എന്നറിയപ്പെടുന്നത്. ആ ആക്ടിന് കീഴിൽ ഒരു കമ്മീഷൻ റിപ്പോർട്ട് തന്നാൽ ആ റിപ്പോർട്ട് സർക്കാർ അതിലെന്ത് നടപടിയെടുത്തു എന്നും കൂടെ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് എന്ന് പറയും. കമ്മീഷൻ റിപ്പോർട്ടും ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടും അടക്കം 6 മാസത്തിനുള്ളിൽ നിയമസഭയിലോ ലോക്സഭയിലോ വയ്ക്കണമെന്ന് നിയമമുണ്ട്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 4.25 കൊല്ലം മേശപ്പുറത്ത് വെച്ചില്ല, വിവരാവകാശ നിയമപ്രകാരം കൊടുത്തില്ല, പരമരഹസ്യമായിട്ടൊക്കെ വെച്ചു. അതിന് കാരണം ഇത് കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ടിൻ്റെ കീഴിൽ വെച്ച ഒരു കമ്മീഷനല്ല. പിന്നെ എന്താ ഇത്? ഒരു കമ്മിറ്റിയാണ്. വെറും കമ്മിറ്റിയല്ല, എക്സ്പേർട്ട് കമ്മിറ്റിയാണ്. റിപ്പോർട്ട് ഓഫ് ദ എക്സ്പേർട്ട് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരള ടു സ്റ്റഡി ആൻഡ് റിപ്പോർട്ട് ഓൺ വേരിയസ് ഇഷ്യൂസ് faced by women in cinema and to suggest solutions to such issues. ഇതാണ് എക്സ്പേർട്ട് കമ്മിറ്റി. എക്സ്പേർട്ട് കമ്മിറ്റിയെ കേരള ഗവൺമെൻറ് വെച്ചിരിക്കുന്നു. എന്തിന്? സ്റ്റഡി ആൻഡ് റിപ്പോർട്ട്. എന്ത് സ്റ്റഡി ചെയ്യണം, എന്ത് റിപ്പോർട്ട് ചെയ്യണം? വേരിയസ് ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വിമൻ, മെന്നല്ല, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ. സ്ത്രീകളും പുരുഷന്മാരും പൊതുവായി അങ്ങനെയൊന്നുമല്ല, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ. ബൈ വിമൻ ഇൻ സിനിമ ആൻഡ് ടു സജസ്റ്റ് സൊല്യൂഷൻസ്. ഇതിൻ്റെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ, സജസ്റ്റ് എന്നാണ്, ടു സച്ച് ഇഷ്യൂസ്. ഇതിനെയാണ് ഹിയർ ഇൻ ആഫ്റ്റർ കോൾഡ് ദ കമ്മിറ്റി. ഹേമ കമ്മിറ്റി പറയുന്നു, ഇനി അങ്ങോട്ട് ഞങ്ങൾ ദ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അർത്ഥം, എക്സ്പേർട്ട് കമ്മിറ്റി എന്നാണ് അർത്ഥം. ഇപ്പോൾ ഹേമ കമ്മീഷൻ എന്നുള്ള പ്രയോഗം തന്നെ തെറ്റാണ്. ഹേമ വിദഗ്ധ സമിതി എന്ന് വേണം ശരിക്കും പറയാൻ. വേണമെങ്കിൽ ഹേമ സമിതി എന്ന് പറയാം. വിദഗ്ധ എടുത്ത് കളയുക, പറയാൻ പ്രയാസമുള്ളൊരു വാക്കാണല്ലോ. അപ്പോൾ ഇവരുടെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഹേമ എഴുതി തയ്യാറാക്കിയ റിപ്പോർട്ടല്ല. 3 പേരുടെയും റിപ്പോർട്ട് വേറെ വേറെയാണ്. ചെയർപേഴ്സൺ ജസ്റ്റിസ് ഹേമ, ഫോർമർ ജഡ്ജ് ഹൈക്കോർട്ട് ഓഫ് കേരള, അവരാണ് അധ്യക്ഷ. മെമ്പേഴ്സ് ശ്രീമതി ടി ശാരദ, സൈൻ ആർട്ടിസ്റ്റ്, നമ്മളുടെ പഴയ സിനിമാ നടി ശാരദ. ഇപ്പോൾ പലർക്കും അവരെ പരിചയം ഉണ്ടാവില്ല. പണ്ട് കാലത്ത് വലിയ നടിയായിരുന്നു, ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങിക്കൂട്ടിയ, തെലുങ്കിൽ നിന്ന് വന്നതാണ്. പക്ഷേ മലയാളത്തിൽ ക്ലിക്ക് ചെയ്തു ആ നടി. നല്ല മലയാളി ലുക്കുണ്ട്, എല്ലാം കൊണ്ടും നല്ല അഭിനയത്തിൻ്റെ മികവുള്ള നടി. രണ്ടാമത്തെ മെമ്പർ ശ്രീമതി KB വത്സലകുമാരി, IAS റിട്ടയർഡ്, പ്രിൻസിപ്പൽ സെക്രട്ടറി റിട്ടയർഡ്, ഗവൺമെൻറ് ഓഫ് കേരള. KB വത്സലകുമാരി പ്രഗത്ഭയായ IAS കാരിയാണ്, ഇപ്പോൾ റിട്ടയർഡാണ്. അവർ പത്തനംതിട്ട RDO ആയിരുന്നു. അന്ന് വലിയ വിവാദമൊക്കെ ഉണ്ടാക്കി. അവർ ശബരിമലയിൽ സന്നിധാനത്ത് ചെന്നു. അപ്പോൾ 10-നും 50-നും ഇടയ്ക്കുള്ളവർ പോകാൻ പാടില്ല എന്നൊക്കെയുള്ള ചിന്ത അന്നും ഉണ്ട്. അപ്പോൾ അന്ന് ചിലരൊക്കെ ചോദ്യം ചെയ്തു. അവർ പറഞ്ഞു, ഞാൻ ഈ ജില്ലയിലെ റവന്യൂ ഡിവിഷൻ്റെ ഓഫീസറാണ്, RDO ആണ് ഞാൻ. ശബരിമല സീസൺ വരുന്നു, ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നോക്കണ്ടേ, അതിൻ്റെ ഡ്യൂട്ടിയല്ലേ.
അതുകൊണ്ട് ഞാൻ സന്നിധാനത്ത് വന്നു. പിന്നെ നിങ്ങൾ ഈ പറയുന്ന 10-50 അങ്ങനെ ഒരു ചട്ടമൊന്നുമില്ല, അതുകൊണ്ട് എന്നെ ആരും പേടിപ്പിക്കേണ്ട. അങ്ങനെ തൻ്റെ ഇടമുള്ളൊരു സ്ത്രീയാണ് KB വത്സലകുമാരി. പക്ഷേ തൻ്റെ ഇടം കാണിക്കാനായിട്ട് അവർ പിന്നെ 2018 ബഹളം നടക്കുമ്പോൾ അവർ സന്നിധാനത്ത് പോയൊന്നുമില്ല. അവരുടെ തൻ്റെ ഇടം കാണിക്കാനല്ല അവർ പോയത് അറേഞ്ച്മെൻറ്റ്സൊക്കെ ശരിയായി നോക്കാനാണ്. അത് ചോദ്യം ചെയ്തപ്പോൾ അവർ കൊടുത്ത മറുപടിയാണ് തൻ്റെ ഇടമുള്ള മറുപടി. എന്തുമായിക്കോട്ടെ, അങ്ങനെ ഈ 3 പേരാണ്. അതിൽ ജസ്റ്റിസ് ഹേമ അവരുടെ ഫൈൻഡിങ്സും സജഷൻസ് സൊല്യൂഷൻസ് ആദ്യം എഴുതി. അതിനുശേഷമുള്ള കുറേ പേജുകൾ ശാരദ എഴുതി. അവസാനത്തെ പേജുകൾ KB വത്സലകുമാരി എഴുതി. ഇങ്ങനെ 292 പേജാണ് എഴുതിയിരിക്കുന്നത്. 3 പേരും പ്രത്യേകമാണ് എഴുതിയിരിക്കുന്നത്. 3 പേരും ചേർന്ന് ഒരു കൺക്ലൂഷൻ പോലും എഴുതിയിട്ടില്ല. പ്രത്യേകം എഴുതി, അതിന് താഴെ ഒപ്പിട്ടു. അടുത്ത പേജിൽ അടുത്ത ആൾ എഴുതി തുടങ്ങി, അയാൾ ഒപ്പിട്ടു, അത് കഴിഞ്ഞ് 3ാമത്തെ ആൾ. ഇങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവരാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ മനഃപൂർവ്വം പലരും അവഗണിച്ച ഒരു ഭാഗമുണ്ട്. അത് ഞാനീ പറഞ്ഞ പോലെ മസാലയില്ല, പക്ഷേ അത് ഭയപ്പെടുത്തുന്നതാണ്. അതിലേക്ക് ഞാൻ വരാം. ജസ്റ്റിസ് ഹേമ തുടങ്ങുന്നത് ദ സ്കൈ ഈസ് ഫുൾ ഓഫ് മിസ്റ്ററീസ്. ആകാശം രഹസ്യങ്ങളുടെ വലിയ കലവറയാണ്. വിത്ത് ദ ട്വിങ്ക്ലിംഗ് സ്റ്റാർസ് ആൻഡ് ദ ബ്യൂട്ടിഫുൾ മൂൺ. തിളങ്ങുന്ന നക്ഷത്രങ്ങൾ, മനോഹരമായ ചന്ദ്രൻ. ബട്ട് സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ റിവീൽ ദാറ്റ് സ്റ്റാർസ് ഡു നോട്ട് ട്വിങ്കിൾ. സയൻസ് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ നക്ഷത്രങ്ങളിങ്ങനെ മിന്നിത്തിളങ്ങുന്നൊന്നുമില്ല. വലിയ അപകടം പിടിച്ച ഒരു സാധനമാണ് നക്ഷത്രം. നോർ ഡസ് ദ മൂൺ ലുക്ക് ബ്യൂട്ടിഫുൾ. ചന്ദ്രനിൽ പോയി ഇറങ്ങിയപ്പോൾ ഒരു ഭംഗിയും കാണുന്നില്ല. കുണ്ടും കുഴിയും ഒക്കെ ആയിട്ട് ആരിഡ് ഡ്രൈ ആയിട്ടുള്ള ഒരു തണുത്തുറഞ്ഞ പ്രതലമാണ് ചന്ദ്രൻ. ദ സ്റ്റഡി ദെയർഫോർ, അതിനാൽ ഒരു പഠനം നമുക്കൊരു മുന്നറിയിപ്പ് തരുന്നു. ദ സ്റ്റഡി ദെയർഫോർ കോഷൻസ് ഡു നോട്ട് ട്രസ്റ്റ് വാട്ട് യു സീ. കാണുന്നത് വിശ്വസിക്കരുത്. ജസ്റ്റിസ് ഹേമ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുകയാണ്. നമ്മൾ പറയും ഞാൻ കണ്ടതല്ലേ, അതെങ്ങനെ വിശ്വസിക്കാതിരിക്കും? വിശ്വസിക്കരുതെന്ന് ഞാനല്ല, ജസ്റ്റിസ് ഹേമ പറയുന്നു. ഡു നോട്ട് ട്രസ്റ്റ് വാട്ട് യു സീ. ഈവൻ സോൾട്ട് ലുക്സ് ലൈക്ക് ഷുഗർ. ഉപ്പ് പോലും പഞ്ചസാരയായിട്ട് കാണപ്പെടും. അപ്പോൾ കണ്ടു എന്ന് വിചാരിച്ചാൽ ഞാൻ പഞ്ചസാര കണ്ടതാണ്. നിങ്ങൾ കണ്ടതൊക്കെയാണ്, പക്ഷെ സാധനം ഉപ്പായിരുന്നു. ശരിയല്ലേ? അതുകൊണ്ട് കണ്ടതുപോലും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ജസ്റ്റിസ് ഹേമ തുടങ്ങുന്നത് റിപ്പോർട്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ വിശ്വസിക്കാമോ എന്ന് ചോദിച്ചാൽ പാടില്ല എന്ന് ജസ്റ്റിസ് ഹേമ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വച്ചിരിക്കുന്നു. ഈ വിവാദങ്ങളെല്ലാം നടക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റിസ് ഹേമയെ TV-യിൽ കാണില്ല. സിനിമാ നടി ശാരദയെ നിങ്ങൾ TV-യിൽ കാണില്ല. ചില വിഷ്വൽസൊക്കെ കാണിക്കും അവർ, പക്ഷെ ഇവരാരും സംസാരിക്കുന്നില്ല. KB വത്സലകുമാരി ഇവരും സംസാരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് കമ്മിറ്റി സംസാരിക്കാത്തത് അറിയില്ല. ഒരുപക്ഷെ അവർക്ക് സംസാരിക്കാനുള്ളത് അവർ എഴുതി തന്നു, അതുകൊണ്ടാണ്. ആസ് സ്റ്റഡി പ്രോഗ്രസ്ഡ് ഇൻ ടു ദ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വിമൻ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിശോധിച്ച് തുടങ്ങിയപ്പോൾ ഇറ്റ് സ്റ്റാർട്ടഡ് റിവീലിംഗ് ദാറ്റ് ഗ്ലാമർ ഓഫ് ദ ഇൻഡസ്ട്രി ഈസ് ജസ്റ്റ് ആൻ എക്സ്റ്റീരിയർ ഗ്ലിറ്റർ. ഈ ഗ്ലാമർ എന്ന് പറയുന്നത് ഒരു പുറംപൂച്ച് മാത്രമാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഹോവറിംഗ് ഓവർ ദ സെയിം ആർ ഡാർക്ക് ക്ലൗഡ്സ് ഓഫ് ഡിസ്ട്രസ് ആൻഡ് എൻഡ്യൂഡ് എഗണി. അതിൻ്റെ അടിയിൽ നിരന്തരമായ വേദനയും നിരാശയുമാണ്. കെപ്റ്റ് ഹിഡൻ ഫ്രം ദ ഔട്ടർ വേൾഡ്. ഇത് പുറം ലോകം അറിയുന്നേയില്ല. വി കുഡ് ലിസൺ ടു വേരിയസ് സോബിങ് സ്റ്റോറീസ് ഓഫ് ഡെസ്പയർ. കരഞ്ഞുകൊണ്ടാണ് പലരും ഞങ്ങളോട് സംസാരിച്ചത്. അതൊക്കെ ഇരിക്കട്ടെ, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. ഇതൊക്കെ വൈകാരികമായ തലത്തിൽ നമ്മളിപ്പോൾ TV-യിൽ കാണുന്നു. ഇവർ ഈ നിഗമനങ്ങളിലൊക്കെ എത്തിച്ചേരാനുള്ള കാരണം എന്താ? ഫോർ മേക്കിംഗ് വേരിയസ് കൺക്ലൂഷൻസ് ഓൺ സെവറൽ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വിമൻ ഇൻ സിനിമ. സിനിമയിലെ സ്ത്രീകളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് വി ഹാവ് റിലൈഡ് അപ്പോൺ ഓറൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് വിറ്റ്നസ്സസ് ബോത്ത് മെൻ ആൻഡ് വിമൻ.
മൊഴികൾ, ഓറൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എടുത്തു. വി ഹാവ് ഓൾസോ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ വേരിയസ് ഡോക്യുമെൻറ്റ്സ്, ഒരുപാട് രേഖകൾ, ഓഡിയോ ക്ലിപ്സ്, വീഡിയോ ക്ലിപ്സ്, സ്ക്രീൻഷോട്ട്സ് ഓഫ് വാട്സാപ്പ് മെസ്സേജസ്, വാട്സാപ്പ് ചാറ്റ്സ് എറ്റ്സെട്ര പ്രൊഡ്യൂസ്ഡ് ബൈ ദ വിറ്റ്നസ്സസ് വിച്ച് ആർ മാർക്ക്ഡ് ആസ് എക്സിബിറ്റ് C1 to C24. അതായത് 24 ഇത്തരം തെളിവുകൾ ഹേമ കമ്മിറ്റിയുടെ കയ്യിലുണ്ട്. ഏത് രേഖകളുണ്ട്? ഓഡിയോ ക്ലിപ്പുണ്ട്, വീഡിയോ ക്ലിപ്പുണ്ട്, വാട്സാപ്പ് മെസ്സേജുണ്ട്, വാട്സാപ്പ് ചാറ്റ്സ് ഉണ്ട്. ഇതുണ്ട്. അതുകൂടാതെ മറ്റ് ആൾക്കാരിൽ നിന്ന് സംഘടിപ്പിച്ച കടലാസുകൾ ഇതെല്ലാമുണ്ട്. അതുകൂടാതെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നേരിട്ട് കമ്മിറ്റി കണ്ട് മനസ്സിലാക്കിയിട്ടുമുണ്ട്. ദ ഒബ്സർവേഷൻസ് മെയ്ഡ് അറ്റ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ ആൻഡ് ഷൂട്ടിംഗ് ലൊക്കേഷൻ ഓഫ് ദ ഫിലിം ലൂസിഫർ എന്ന സിനിമ, ഷൂട്ടിംഗ് ലൊക്കേഷൻ ഓഫ് ദ ഫിലിം ലൂസിഫർ അറ്റ് കുതിരമാളിക എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻപിലുള്ള കുതിരമാളിക ആർ ഓൾസോ ടേക്കൺ ഇൻ ടു അക്കൗണ്ട് വൈൽ മേക്കിംഗ് കൺക്ലൂഷൻസ് ഇൻ ദിസ് റിപ്പോർട്ട്. അപ്പോൾ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മൊഴി, ഓഡിയോ ക്ലിപ്പ്, വീഡിയോ ക്ലിപ്പ്, വാട്സാപ്പ് ചാറ്റ്, വാട്സാപ്പ് മെസ്സേജസ്, ചിത്രാഞ്ജലി സ്റ്റുഡിയോ, കുതിരമാളികയിൽ ലൂസിഫർ എന്ന സിനിമയുടെ ഷൂട്ടിംഗ്, ഇത് കൂടാതെ സിനിമയ്ക്ക് പുറത്തുള്ള ആൾക്കാർ കൊടുത്ത വിവരങ്ങൾ വേറെ. ഇത്രയും കാര്യങ്ങൾ സമാഹരിച്ച് തെളിവുകളാക്കി ലിസ്റ്റാക്കി പ്രത്യേകം റിപ്പോർട്ടിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അത് പക്ഷേ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. അതിനെ ചൊല്ലിയാണ് ഈ ബഹളമൊക്കെ നടക്കുന്നത്. അത് കഴിഞ്ഞു. ഇഷ്യൂസ് ഫേസ് ബൈ വിമൻ ഇൻ സിനിമ ജനറലി, പൊതുവിഷയങ്ങൾ സ്ത്രീകൾക്കുണ്ടാകുന്നത്, അത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. ആ ലിസ്റ്റ് 10-12 എണ്ണമുണ്ട്. ഞാൻ പെട്ടെന്ന് വായിക്കാം. സെക്ഷൽ ഡിമാൻഡ്സ് മെയ്ഡ് ടു വിമൻ ടു ദ വെരി എൻട്രി ഇൻ ടു സിനിമ. മനസ്സിലായല്ലോ, ഞാൻ തർജ്ജമയൊന്നും ചെയ്യേണ്ടില്ല. സെക്ഷൽ ഹരാസ്മെൻറ്റ്, അബ്യൂസ്, അസോൾട്ട് അഗൻസ്റ്റ് വിമൻ അറ്റ് വർക്ക് പ്ലേസ്, ട്രാൻസ്പോർട്ടേഷൻ, പ്ലേസ് ഓഫ് അക്കോമഡേഷൻ, torture of women if they express their resentment and unwillingness, violation of human rights, lack of safety, security in cinema, accommodation, transport, unauthorized and illegal banning of individuals working in cinema. അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്ത്. അൺഓതറൈസ്ഡ് ആയിട്ട് ബാൻ ചെയ്യുക, ഇവന് ചാൻസ് കൊടുക്കരുത്, അവനെ തുടരുത്, ഇവനെ കൂട്ടണ്ട, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. മെയിൽ ഡോമിനേഷൻ ഇൻ ഇൻഡസ്ട്രി, പുരുഷാധിപത്യം. അതിനൊരു സ്ഥിരം സംഭവമാണ്. ഏത് കാര്യത്തിനും നമുക്ക് ചേർക്കാവുന്ന ഒരു എന്തിനും ചേർക്കാവുന്ന മസാലയുണ്ടല്ലോ, പാക്കറ്റിലൊക്കെ കിട്ടും. അത് ഏതിനും നമുക്ക് ചേർക്കാം. സാമ്പാറിന് ചേർക്കാം, തീയലിന് ചേർക്കാം, അവിയലിന് ചേർക്കാം, എന്തിനും ചേർക്കാവുന്ന മസാല. അതാണ് ഈ മെയിൽ ഡോമിനേഷൻ. ഏത് കാര്യത്തിനും നമുക്ക് ചുമ്മാ വലിച്ചു വയ്ക്കാവുന്നൊരു വാക്കാണ് മെയിൽ ഡോമിനേഷൻ. ഇത് കഴിഞ്ഞ് 9ാമത്തെ പോയിൻ്റാണ് വളരെ ഗൗരവമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഗ്രോസ് ഇൻഡിസിപ്ലിൻ ഇൻ സിനിമ. ഒരച്ചടക്കവുമില്ലാത്ത വഴിവിട്ട പെരുമാറ്റം. ഗ്രോസ് ഇൻഡിസിപ്ലിൻ ഇൻ സിനിമ, കൺസംഷൻ ഓഫ് ആൽക്കഹോൾ, യൂസ് ഓഫ് ഡ്രഗ്സ്, ഡിസോർഡർലി കണ്ടക്റ്റ്, മിസ്ബിഹേവിയർ അറ്റ് വർക്ക് പ്ലേസ്. ഇതിനെപ്പറ്റി ആരെങ്കിലും ഏതെങ്കിലും ചാനലിൽ സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സംഭവം എന്താ? കൺസംഷൻ ഓഫ് ആൽക്കഹോൾ, യൂസ് ഓഫ് ഡ്രഗ്സ്, അതിനെ തുടർന്നുള്ള ഡിസോർഡർലി കോണ്ടക്റ്റ് ഓർ മിസ്ബിഹേവിയർ അറ്റ് വർക്ക് പ്ലേസ്. അവരുടെ വീട്ടിലോ ഹോട്ടലിലോ ഒന്നുമല്ല. ഈ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് മദ്യപിച്ച് വരിക, ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ട് വരിക, എന്നിട്ട് മിസ്ബിഹേവ് ചെയ്യുക. ഈ ആരോപണം ഉന്നയിച്ച ഏതെങ്കിലും ഒരു നടി അവരെ ഉപദ്രവിച്ച ആളിനെ പറ്റി ഇത് പറഞ്ഞിട്ടുണ്ടോ? അയാൾ കള്ളു കുടിച്ചിരുന്നു, മദ്യപിച്ചിരുന്നു, അല്ലെങ്കിൽ ലഹരിക്കടിമയായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഒരൊറ്റ നടിയും ഇത് പറയുന്നില്ല. ടി വിക്കാരൻ അവരോട് ചോദിക്കുന്നുണ്ട്, 110 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങളെ എവിടെയാണ് തൊട്ടത്? ഏത് വിരൽ വെച്ചാണ് തൊട്ടത്? നിങ്ങൾ ഇങ്ങോട്ട് തൊട്ടതാണോ അതോ അങ്ങോട്ട്?
ഇതൊക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷേ ഈ സാധനം മാത്രം ചോദിക്കില്ല. ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിച്ചോ എന്ന് ചോദിക്കുന്നില്ല. എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? മയക്കുമരുന്ന് എന്നുള്ള വാക്ക് ചർച്ചയിൽ വരാൻ ചാനലുകൾ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് നിർബന്ധമായിട്ട് ഞാനിത് വിളിച്ചു പറയാൻ തീരുമാനിച്ചത്. ഇത് ഹേമ എഴുതിയത്. ഇത് കഴിഞ്ഞ് ഇതെല്ലാം ഹേമ എഴുതുന്നു. ഹേമ certain provisions to prohibit certain illegal offending acts, അവരുടെ റെക്കമെൻഡേഷനാണ്. ചില കാര്യങ്ങളൊക്കെ നിഷിദ്ധമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ റെക്കമെൻഡേഷനിൽ അവർ പറയുന്നു, നോ പേഴ്സൺ ഷാൽ സ്മോക്ക് ഓർ കൺസ്യൂം ആൽക്കഹോൾ ഓർ കീപ്പ് ഇൻ ഹിസ് പൊസഷൻ ഓർ യൂസ് എനി ഡ്രഗ് ഓൺ ദ സെറ്റ് ഓർ വർക്ക് പ്ലേസ്. സിഗരറ്റ് വലി പോലും നിരോധിക്കണം എന്നാണ് ഹേമയുടെ സജഷൻ. ആരെങ്കിലും നിങ്ങളോട് ഇത് പറഞ്ഞു? ഹേമ കമ്മിറ്റി ഇതും പറഞ്ഞിട്ടുണ്ട്. നോ പേഴ്സൺ ഷാൽ സ്മോക്ക്. എല്ലായിടത്തും നിരോധിക്കണം എന്നല്ല, വർക്ക് പ്ലേസിൽ, ഷൂട്ടിംഗ് സ്ഥലത്ത് നോ പേഴ്സൺ ഷാൽ സ്മോക്ക് ഓർ കൺസ്യൂം ആൽക്കഹോൾ ഓർ കീപ്പ് ഇൻ ഹിസ് പൊസഷൻ ഓർ യൂസ് എനി ഡ്രഗ്. യൂസ് ചെയ്യുന്നത് പോട്ടെ, പൊസഷൻ, പോക്കറ്റിലോ പാൻസിൻ്റെ പോക്കറ്റിലോ പോലും ഇതുണ്ടാവാൻ പാടില്ല ഡ്രഗ്. അത് അവിടെ ഇരിക്കുകയല്ലേ കഞ്ചാവ്, ഞാൻ വലിച്ചൊന്നുമില്ലല്ലോ, പറ്റില്ല, ഇതിവിടെ കൊണ്ടുവരാൻ പറ്റില്ല. ഇതാണ് ജസ്റ്റിസ് ഹേമയുടെ പ്രധാനപ്പെട്ട നിർദ്ദേശം. ഇതിനെപ്പറ്റി ഒരു മനുഷ്യൻ ചർച്ചയില്ല. ഒരു ചാനലുകാരും ഈ കഞ്ചാവ്, MDMA ഇതേപ്പറ്റി ഒന്നും ചോദിക്കുകയില്ല, പറയില്ല, ആരെയും പറയാൻ അനുവദിക്കില്ല, ഒന്നും ചെയ്യില്ല. ബട്ട് ഇത് കമ്മീഷനിലെ ഗൗരവമായ ശുപാർശയാണ് കമ്മിറ്റിയുടെ. എനിക്ക് ഇത് തന്നത് ഒരു മാധ്യമപ്രവർത്തകനാണ്. അയാൾ സ്കാൻ ചെയ്ത കോപ്പി എനിക്ക് തന്നിട്ട് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുക്കുകയായിരുന്നു. ഇത് മുഴുവനില്ല കേട്ടോ, 300 പേജൊന്നും ഞാൻ എടുത്തില്ല. എവിടെയൊക്കെ ഡ്രഗിൻ്റെ പരാമർശമുണ്ടോ ആ പേജുകൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. മുഴുവൻ പേജുകളിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഈ വൾഗറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചാനലിൽ വരുന്നുമുണ്ട്. ബട്ട് ഇവരിങ്ങനെ എഴുതിയിരിക്കുന്നു, in his possession or use any drug on the set or workplace which can be accessed by any women in cinema in connection with the work in cinema and exhibit disorderly behavior after consuming alcohol or drugs or under intoxication to the annoyance of any women on the set. കോംപ്രഹെൻസീവായിട്ട് ഉള്ള ഒരു പൂട്ടലുണ്ടല്ലോ, അതാണ് ജസ്റ്റിസ് ഹേമ ചെയ്തിരിക്കുന്നത്. കൊണ്ടുവരാൻ പാടില്ല, സ്ത്രീകളുടെ ദൃഷ്ടിയിൽ ഇത് പെടാൻ പാടില്ല, ഇത് കഴിച്ചിട്ട് മിസ്ബിഹേവിയർ ചെയ്യാൻ പാടില്ല, വെറുതെ കഴിക്കാതെ മിസ്ബിഹേവിയർ പാടില്ല എന്ന് വേറെ എഴുതിയിട്ടുണ്ട്. കഴിച്ചുകൊണ്ട് മിസ്ബിഹേവിയർ ആകാമോ എന്ന് അടുത്ത ചോദ്യം വരുമല്ലോ, ഒരു കുസൃതി ചോദ്യം, അതും പാടില്ല. അതായത് മദ്യം കഴിച്ചോ മയക്കുമരുന്ന് കഴിച്ചോ, മദ്യം കഴിക്കാതെയോ മയക്കുമരുന്ന് കഴിക്കാതെയോ മിസ്ബിഹേവിയർ പാടില്ല. ഇതാണ് കോംപ്രഹെൻസീവായിട്ട് ജസ്റ്റിസ് ഹേമ എഴുതി വച്ചിരിക്കുന്നത്. എനിക്ക് കോപ്പി തന്ന ആൾ പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് അടയാളപ്പെടുത്തി ഈ പേജിൽ അതും വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇതിൻ്റെ തമാശ പറയാം. അയാൾ പ്രധാനപ്പെട്ടതായിട്ട് അയാൾ റൗണ്ട് ചെയ്ത് അടയാളപ്പെടുത്തിയ കാര്യം, നോ പേഴ്സൺ ഷാൽ ഹറാസ് എ വുമൻ ഇൻ സിനിമ ബൈ ഇൻവൈറ്റിംഗ് ഹെർ ടു ഷെയർ ഹിസ് ബെഡ് വിത്ത് ഹിം. ഇതിൽ ചാനലുകാരൻ്റെ കൺവേർട്ട്, ഇത് പ്രധാനം, ഇത് അയാൾ ഉപയോഗിച്ചിട്ടുണ്ട് ചാനലിൽ. അതാണ് അതിൻ്റെ മാർക്ക്. ഫോട്ടോകോപ്പി സ്കാൻ ചെയ്യുമ്പോൾ അതും കൂടെ ചേർന്നാണല്ലോ വരുന്നത്. ഞാൻ നോക്കി ഇയാളെന്താ ഇത് മാർക്ക് ചെയ്യാൻ കാര്യം, ഇതിലുണ്ട് ഷെയർ ഹിസ് ബെഡ് വിത്ത് ഹിം, മസാല, അത് കിടക്ക പങ്കിടാൻ ക്ഷണിച്ചു എന്നൊക്കെ. ഇതാണ് പരിപാടി. അതിന് തൊട്ട് മുമ്പുള്ള പോയിൻ്റാണ് ഈ ഡ്രഗിൻ്റെ പോയിൻ്റ്. ഇത് ഈ ആശാൻ മാർക്ക് ചെയ്തിട്ടില്ല. ഇത് പ്രധാനപ്പെട്ടതായിട്ട് ഇതല്ലേ മാർക്ക് ചെയ്യേണ്ടത്. മറ്റത് എല്ലാവരും ആരും ഇതൊക്കെ ചെയ്യാത്തത്. അതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യില്ല. ബട്ട് ദാറ്റ് ഈസ് ടു ഓർഡിനറി എ തിങ്. നാടകരംഗത്ത്, സിനിമാ രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, വക്കീലന്മാർ, ഡോക്ടർമാരേക്ക് എല്ലാവരും അതൊക്കെ ഒരു സാധാരണ സംഭവമാണ്. ലഘൂകരിക്കുകയല്ല ഞാൻ, സാമാന്യവൽക്കരിക്കുകയുമല്ല. ബട്ട് അതൊരു വലിയ വാർത്തയല്ല. വാർത്ത ഇതാണ്, നടന്മാർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. എനിക്കറിയാം മദ്യം നിരോധിക്കപ്പെട്ട നാടൊന്നുമല്ല നമ്മുടെ. മദ്യം കുടിക്കുന്നതിനും തടസ്സമൊന്നുമില്ല. കുടിച്ചോ. ജസ്റ്റിസ് ഹേമ പറഞ്ഞത് കുടിച്ചു വന്ന് ഇവിടെ പണ്ടാറടങ്ങരുത് എന്ന് മാത്രമാണ്.
കുടിക്കുന്നത് വീട്ടിലിരുന്ന് കുടിച്ചോ, ബാറിൽ പോയി കുടിച്ചോ, നിങ്ങൾ പാർട്ടി നടത്തുകയോ കൂത്താടുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, വർക്ക് പ്ലേസിൽ ഇത് പാടില്ല. മയക്കുമരുന്നും പാടില്ല. മയക്കുമരുന്ന് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്, കുറ്റകരമാണ്. ഇതൊക്കെ ജസ്റ്റിസ് ഹേമയ്ക്കും അറിയാം. പക്ഷേ സിനിമയെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഈ പണ്ടാരെ ഇവിടെ കൊണ്ടുവരരുത്, ഇത് കഴിച്ചിട്ട് ഇവിടെ വന്ന് മനുഷ്യനെ ഉപദ്രവിക്കരുത്, മിസ്ബിഹേവ് ചെയ്യരുത്. ഇതാണ് ആവശ്യം. പക്ഷേ ഇതാരും ചർച്ച ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് ശാരദയുടെ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ അവർ ടിപ്പിക്കൽ കുലസ്ത്രീ എന്ന് വിളിച്ചിട്ട് ചാട്ടവാറിനടിക്കും. അതുകൊണ്ടാണ് ശാരദ എഴുതിയ പാർട്ട് ഒരൊറ്റ മനുഷ്യൻ ചർച്ച ചെയ്യാത്തത്. ഒരൊറ്റ മനുഷ്യൻ ചർച്ച ചെയ്യുന്നില്ല. ശാരദ ഈ കുലസ്ത്രീ എന്നുള്ള പേര് കിട്ടിയാലും വേണ്ടില്ല എന്ന് പറഞ്ഞാണ് ശാരദ എഴുതുന്നത്. നോക്കൂ, അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് കോംപ്രമൈസ്, ഇൻവെർട്ടഡ് കോമേഴ്സിലിട്ടിരിക്കുകയാണ് ശാരദ. അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് കോംപ്രമൈസ്, എ മേജർ ഇഷ്യൂ റേസ്ഡ് ബൈ മെനി ഓഫ് ദോസ് ഹു ഗേവ് എവിഡൻസ് റിലേറ്റ്സ് ടു സെക്ഷൽ ഹരാസ്മെൻറ്റ്. മാക്സിമം ഞങ്ങൾക്ക് കിട്ടിയ കംപ്ലയിൻറ്റ് സെക്ഷൽ ഹരാസ്മെൻ്റ് ആയിരുന്നു. സെക്ഷൽ ഹരാസ്മെൻറ്റ് എക്സിസ്റ്റഡ് ഈവൻ ഇൻ ദ ഗുഡ് ഓൾഡ് ഡേയ്സ് ഓഫ് ഫിലിം ഇൻഡസ്ട്രി. പണ്ട് മുതലേ ഉണ്ട്. അതായത് ബാലൻ, നീലക്കുയിൽ മുതൽ ശാരദ അഭിനയിച്ച അവാർഡ് നേടിയ തുലാഭാരം, അത് ഇത് എത്രയോ സിനിമകൾ, എത്ര അനുഭവസമ്പന്നയായ നടിയാണ് അവർ. അവർ പറയുന്നു ഇത് പണ്ട് മുതലേ ഉണ്ട്, സെക്ഷൽ ഹാരാസ്മെൻറ്റ്. That existed even in the good old days of film industry. The society today is different from that of yesteryears. സമൂഹം ഇന്നിപ്പോൾ മാറിയിരിക്കുന്നു. Today there is a lot of influence of Western culture on our society. ഇത് ശാരദ പറഞ്ഞു എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന പുകയിലാലോചിച്ച് നോക്കി. വെസ്റ്റേൺ സൊസൈറ്റിയുടെ ഇൻഫ്ലുവൻസിലാണ് നമ്മളുടെ പൊതുസമൂഹം നിൽക്കുന്നത്. സത്യമല്ലേ? വോക്കിസമല്ലേ നടപ്പിലാവുന്നത്? ഇടതുപക്ഷം മുഴുവൻ കൂട്ടുനിൽക്കുന്നത് എന്തിനെയാണ്? എറണാകുളത്ത് നടന്ന ചുംബന സമരം, പിന്നെ മറ്റെന്തോ പേര് പുറത്തു പറയാൻ കൊള്ളില്ലാത്ത ഗേറ്റ് ഉണ്ടാക്കി വയ്ക്കുക, അതിൽ തലനാരഴയ്ക്ക് പിണറായി വിജയൻ രക്ഷപ്പെട്ടു പോവുക. പോയി ചെന്ന് കയറിക്കൊടുത്തതന്നെ അവിടെ ആരോ തലയ്ക്കുള്ളവർ വെളിയുള്ളവർ പറഞ്ഞു, മുഖ്യമന്ത്രി ഇതിനകത്തൊക്കെ പോയി തലയിടാതെ വീട്ടിൽ പോകാൻ നോക്ക് വെറുതെ. അതാ അങ്ങനെയാണോ? പിന്നല്ലാതെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കവാടം അങ്ങനത്തെയാ. അങ്ങനെ പിണറായി വിജയൻ നിന്നിടത്ത് നിന്ന് മുങ്ങി. ഈ തെമ്മാടിത്തരം മുഴുവൻ നടക്കുന്നു. അത് ശാരദ ഇതൊന്നും എഴുതുന്നില്ല, അവർ പ്ലെയിനായിട്ട് പറയാനുള്ള കാര്യം അങ്ങ് പറഞ്ഞു. ടുഡേ ദർ ഈസ് എ ലോട്ട് ഓഫ് ഇൻഫ്ലുവൻസ് ഓഫ് ദ വെസ്റ്റേൺ കൾച്ചർ ഓൺ അവർ സൊസൈറ്റി. ഹെൻസ് എവരിബഡി മിങ്കിൾസ് വിത്ത് ഈച്ച് അതർ ക്വയറ്റ് ഓപ്പൺലി. എറണാകുളം മറൈൻ ഡ്രൈവിൽ നിങ്ങൾ വന്നാൽ ശാരദ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാവും. Everybody mingles together quite openly. Girlfriends and boyfriends are very public now. പരസ്യമായിട്ടാണ്. സത്യമല്ലേ? ഇത് എഴുതിയ ശാരദയെ ചാട്ടവാറിനടി ഈ റിപ്പോർട്ട് ഒരു മനുഷ്യൻ വായിച്ചിട്ടില്ല. അതുകൊണ്ടാണ്. വായിച്ചാൽ ആദ്യം ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നത് ശാരദയാണ്. അതുകൊണ്ട് ആരും ഇത് വായിക്കില്ല. വായിച്ചാൽ തന്നെ കണ്ണടച്ച് കളയും. എനിക്കത് കണ്ണടയ്ക്കേണ്ട കാര്യമില്ല. The relationship between men and women was different in olden days. സ്ത്രീ പുരുഷ ബന്ധം വേറൊരു തലത്തിലായിരുന്നു പണ്ട്. The culture of new generation is different. പുതിയ ജനറേഷൻ ഡിഫറൻ്റ് ആണ്. Adjustment and compromise are open these days where it was not so open then. അന്ന് ഒരു ഒളിവും മറയും മടിയും ഭയവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് വ്യാപകമായിരുന്നില്ല, റാമ്പൻ്റ് ആയിരുന്നില്ല. ഒന്നോ രണ്ടോ ഇൻസിഡൻസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിത് വ്യാപകമാകാൻ കാരണം ഈ വെസ്റ്റേൺ സൊസൈറ്റിയുടെ, വെസ്റ്റേൺ കൾച്ചറിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. ഇതെല്ലാം പരസ്യമായിട്ട് ചെയ്യാം എന്നുള്ള ഒരു ലൈസൻസ് സമൂഹത്തിൽ നിലനിൽക്കുന്നു. പിന്നെ ഈ ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്ന സിനിമാക്കാരെ കുറ്റം പറയുന്നത് എങ്ങനെ? ഇതാണ് ശാരദയുടെ ചോദ്യം. നിങ്ങൾക്ക് സമൂഹത്തിൽ നിന്ന് വേറിട്ട് സിനിമാ നടനെയും നടിയും ഉണ്ടാക്കാൻ പറ്റില്ല. അവരും ഇവിടെ നിന്നല്ലേ വരുന്നത്, ഇതേ സമൂഹത്തിൽ നിന്നല്ലേ. കിണറ്റിലുള്ള വെള്ളമല്ലേ ബക്കറ്റിൽ കിട്ടുള്ളൂ. വേറെ വെള്ളം കിട്ടുമോ ബക്കറ്റിൽ? കിണറ്റിൽ നിന്ന് മുക്കി ബക്കറ്റിൽ വെള്ളം എടുത്ത് കഴിയുമ്പോൾ ബക്കറ്റിൽ ആ വെള്ളം തന്നെയാണ്.
അതാണ് സിനിമാ നടി, സിനിമാ നടൻ എന്ന് പറയുന്നത്. നമ്മൾ ബക്കറ്റിൽ കോരുന്നത്, കിടറ്റിലെ വെള്ളമാണ് ബക്കറ്റിൽ കയറുന്നത്. അപ്പോൾ ഇത് ഈ വ്യത്യാസം ശാരദ മനസ്സിലാക്കി ബോൾഡായിട്ട് എഴുതി വെച്ചു. അടുത്ത ഇഷ്യൂ അവർ അഡ്രസ്സ് ചെയ്യുന്നു. നോക്സ് ഓൺ ദ ഡോർ. ദീസ് ഡേയ്സ് വിമൻ ഹിയർ നോക്സ് ഓൺ ദെയർ ഡോർസ് അറ്റ് നൈറ്റ് ആൻഡ് ദാറ്റ് ഈസ് ക്വയറ്റ് കോമൺ. അത് സർവ്വസാധാരണമായി. അവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കുകയാണ് ശാരദ. സർവ്വസാധാരണമാണ് മുറിയിൽ തട്ടുക എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എന്ത് പറയാനുള്ളതിന്? ആരെ കുറ്റം പറയാൻ? മുട്ടിയവനെ കുറ്റം പറയുന്നു, മുട്ട് കേൾക്കാൻ കാത്തിരുന്നവളെ കുറ്റം പറയണം. ഇതൊക്കെ യൂസ്ലെസ്സായ കാര്യങ്ങളാണ്. അവരത് തള്ളിക്കളയുന്നു. പിന്നെയുണ്ട് കാസ്റ്റിംഗ് കൗസ്, ലാക്ക് ഓഫ് കോൺട്രാക്റ്റ്. പിന്നെ പ്രധാനപ്പെട്ട ഇതിലേക്ക് അവർ വരുന്നു. പ്രിവാലൻസ് ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ്. ഡ്രഗ്സ് ആർ ക്വയറ്റ് കോമൺ എമംഗ് യങ്സ്റ്റേഴ്സ് ഇൻ ദ ഫിലിം വേൾഡ്. ഒറ്റ ലൈൻ തീർന്നു. ഡ്രഗ്സ് ആർ ക്വയറ്റ് കോമൺ എമംഗ് യങ്സ്റ്റേഴ്സ് ഇൻ ദ ഫിലിം വേൾഡ്. യങ്സ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ മമ്മൂട്ടി, മോഹൻലാലിനെയൊക്കെ ഒഴിവാക്കി കാണും. യങ്സ്റ്റേഴ്സ് എന്ന് പറയാനില്ല. ബാക്കി യങ്സ്റ്റേഴ്സ് ആരാണെന്ന് ഞാൻ പേര് പറയുന്നില്ല. എൻ്റെ നാക്കിന് വഴങ്ങുന്ന പേരുകളുമല്ല. അവരാരാണെന്ന് അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. മട്ടാഞ്ചേരിയുടെ പേരിൽ അറിയപ്പെടുന്നവർ, സംവിധായകർ, നടീ നടന്മാർ, അതിൽ ആണും പെണ്ണും ഒക്കെ ഉണ്ട്. അവരൊക്കെ ഈ TV ചാനലിൽ കിടന്ന് വിലസുന്നുമുണ്ട്. ഇതൊക്കെ ഈ ഗാങ്ങാണ്. ഡ്രഗ്സ് ആർ ക്വയറ്റ് കോമൺ എമംഗ് യങ്സ്റ്റേഴ്സ് ഇൻ ദ ഫിലിം വേൾഡ്. പിന്നെ അതുകൂടാതെ സ്ത്രീവിരുദ്ധ പ്രസ്താവനയുണ്ട് ശാരദയുടെ. ഞാനതാ പറഞ്ഞു, കുലസ്ത്രീ എന്ന് പറഞ്ഞിട്ട് പെയിൻ്റ് അടിച്ച്, തലമുട്ടയടിച്ച്, മറ്റേ മഞ്ഞ പെയിൻറ്റോ അതിൻ്റെ പുള്ളി കുത്തി നാട് കടത്തും ശാരദയെ. ഇത് കേട്ട് കഴിഞ്ഞാൽ ഈക്വൽ റെമ്യൂണറേഷൻ. ഓഡിയൻസ് ഡസ് നോട്ട് ഹാവ് ദ സെയിം ഡിമാൻഡ് ഫോർ വിമൻ ആസ് ഫോർ മെൻ. കാഴ്ചക്കാർക്ക് ഈ പുരുഷന്മാർ ആരാണ് എന്ന് നോക്കിയിട്ടാണ് അവർ സിനിമ തിരഞ്ഞെടുക്കുന്നത്. ഈവൻ പബ്ലിക് ആസ്ക് ഇനിഷ്യലി ഹൂ ദ ഹീറോ ഈസ്. ആരാ നായകൻ? ഞാനൊരു സിനിമ പിടിക്കുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആദ്യത്തെ ചോദ്യം നായകനാരാ? മോഹൻലാൽ, മമ്മൂട്ടി, അതോ പൃഥ്വിരാജോ? ഇതല്ലേ ചോദ്യം. നായികമാരെ ചോദിക്കുന്നില്ല. ഈ യാഥാർത്ഥ്യം പച്ചയ്ക്ക് ശാരദ എഴുതി വച്ചിരിക്കുന്നു. സോ ഐ ഡു നോട്ട് എഗ്രി വിത്ത് ദ പ്രിൻസിപ്പിൾ ഓഫ് ഈക്വൽ റെമ്യൂണറേഷൻ. നടനും നടിക്കും ഒരേ പ്രതിഫലം എന്നുള്ളതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ സമ്മതിക്കുന്നില്ല. ഇത് ശാരദ എഴുതിയതാണ്. ശരിക്കും പറഞ്ഞാൽ ശാരദയെ മലയാളികൾ ചിത്രവധം ചെയ്യും. ഇപ്പോഴത്തെ ഇക്വേഷൻ വെച്ചിട്ട് ഈ കുലസ്ത്രീയെ വേണം ആദ്യം വിചാരണ ചെയ്യാൻ. പക്ഷേ ഓരോറ്റ മനുഷ്യൻ മിണ്ടുന്നില്ല. കാരണം ഈ ഡ്രഗ്സ് കിടക്കുന്നു. ശാരദ വന്ന് മുന്നിലിരുന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ തുടങ്ങുമ്പോൾ ശാരദ പറയും, മസാലയിലേക്ക് കടക്കാൻ വരട്ടെ, ആദ്യം ഇതിന് സമാധാനം പറ. അതോടെ ഇവൻ്റെ ഗ്യാസ് പോകും. കാരണം ഈ ക്യാമറയും വടിയായിട്ട് നടക്കുന്നവൻ്റെ ഉള്ളിൽ MDMA കിടക്കുക. എന്ത് ചെയ്യും? ഞാൻ ഇത് വെറുതെ പറയുകയല്ല. KB വത്സലകുമാരി, റിട്ടയർഡ് IAS കാരി, അവരുടെ റിപ്പോർട്ടിൻ്റെ ഭാഗം നോൺ കൺസംഷൻ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ് ഇൻ വർക്ക് പ്ലേസ്. അവരിത് തന്നെ പറയുന്നു. 3 പേരും ഇത് പറയുന്നു. എന്നിട്ട് ഓരോറ്റ TV ചാനൽ ഇത് പറയുന്നില്ല, ഓരോറ്റ ആങ്കർ ഇത് പറയുന്നില്ല. എവിടെ പോയി അരുൺകുമാർ? ധാർമ്മികതയുടെ വലിയ അപ്പോസ്തലൻ വിനു V. ജോൺ, PG സുരേഷ് കുമാർ, ശ്രീകണ്ഠൻ നായർ, സ്മൃതി പരുത്തിക്കാട്, അരുൺകുമാർ. ഒരു മനുഷ്യൻ ഇതിനെപ്പറ്റി പറയണമല്ലോ. ഈ കമ്മിറ്റിയിലെ 3 മെമ്പർമാരും ഒരേ കാര്യം യുനാനിമസ് ആയിട്ട് എഴുതി വെച്ചിട്ട് ആ ഭാഗം എന്തുകൊണ്ട് വിട്ടുകളയുന്നു? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. KB വത്സലകുമാരി എഴുതുകയാണ്, ആൻ ഓഫ്റ്റ് റിപ്പീറ്റഡ് കംപ്ലയിൻറ്റ് ഹേർഡ് വാസ് ദാറ്റ് കൺസംഷൻ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ് ഇൻ വർക്ക് പ്ലേസ് ഇൻ സിനിമ ഈസ് കോമൺ. ഈ വെള്ളമടിക്കുകയും ഡ്രഗ്സ് അടിക്കുകയും ചെയ്യുന്നത് വളരെ കോമണാണ് സിനിമയിൽ. Many acts of sexual harassment had taken place after consumption of alcoholic beverages or drugs. ഈ പറയുന്ന സെക്ഷൽ ഹരാസ്മെൻ്റ് ഇല്ലേ, ഈ വാതിലിൽ മുട്ട്, ഈ ഫോൺ വിളി, ഈ അങ്ങോട്ട് വരാൻ പറയുക, ഇങ്ങോട്ട് പോകാൻ പറയുക, ഇതെല്ലാം ചെയ്തത് ഭൂരിപക്ഷവും ആൽക്കഹോളിൻ്റെ സ്വാധീനത്തിൽ അല്ലെങ്കിൽ ഡ്രഗ്സിൻ്റെ സ്വാധീനത്തിൽപ്പെട്ടാണ്
എന്ന് KB വത്സലകുമാരി തുറന്നെഴുതുന്നു. സ്വബോധത്തോടെ പോലും അല്ല ഈ കൃത്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് എന്നർത്ഥം. വൺ വിറ്റ്നസ് സ്റ്റേറ്റഡ് ദാറ്റ് മോസ്റ്റ് ഓഫ് ദ ആക്ടേഴ്സ് കം ടു ദ സെറ്റ്സ് ആഫ്റ്റർ കൺസ്യൂമിങ് ആൽക്കഹോൾ. ഒരു സാക്ഷി പറഞ്ഞു, അവർ നടിയായിരിക്കണം, അവർ പറഞ്ഞു മോസ്റ്റ് ഓഫ് ദ മെൻ ആക്ടേഴ്സ്, നടന്മാർ ഭൂരിഭാഗം പേരും വെള്ളമടിച്ചാണ് അഭിനയിക്കാൻ വരുന്നത്, സെറ്റിൽ വരുന്നത്. മോസ്റ്റ് ഓഫ് ദം യൂസ് ഡ്രഗ്സ് ടു. അവരിൽ ഭൂരിപക്ഷം പേരും, ഈ വെള്ളമടിക്കുന്നവർ ഭൂരിപക്ഷം പേരും ഡ്രഗ്സ് ഉപയോഗിക്കുന്നു. എവിടെ? ഷൂട്ടിങ്ങിന് വരുമ്പോൾ. ഷൂട്ടിങ് കഴിഞ്ഞിട്ടോ അതിന് മുമ്പോ അല്ലാന്ന്, ഷൂട്ടിങ്ങിന് വരുമ്പോൾ. ദ ജസ്റ്റിഫിക്കേഷൻ ഗിവൻ ഈസ് ദാറ്റ് ദ ഇൻടോക്സിക്കൻ്റ് എൻഹാൻസസ് ക്രിയേറ്റിവിറ്റി. ഇതാണ് ജസ്റ്റിഫിക്കേഷൻ. ക്രിയേറ്റിവിറ്റി, സർഗാത്മകത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന MDMA, കഞ്ചാവ്, ഇതൊക്കെ പുകച്ചുകൊണ്ടാണ് അഭിനയിക്കാൻ വരുന്നത്. അത് കഴിയുമ്പോഴും ഈ കഞ്ചാവ് ഇറങ്ങുന്നില്ലല്ലോ, MDMA മാറുന്നില്ലല്ലോ. അപ്പോൾ കണ്ണി കണ്ട മുറിയിൽ മുട്ടുന്നു, ഇറങ്ങി വാടി എന്നൊക്കെ പറയും. ഇതൊക്കെ നടക്കുന്നത്. ഇത് വത്സലകുമാരി എഴുതി വെച്ചതാണ്. ശാരദ ഒരുപക്ഷെ സിനിമാ നടിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ലാംഗ്വേജിലൊരല്പം ഒരു മയമം. വത്സലകുമാരി തുറന്ന് തന്നെ എഴുതിയിരിക്കുന്നു. മുഴുവൻ വെള്ളമടിച്ചും മയക്കുമരുന്ന്. ഇത് കഴിഞ്ഞിട്ടാണ് ഷൂട്ടിങ്ങിന് വരുന്നത്. എന്നിട്ട് പിന്നെ വാതിലിൽ മുട്ടി എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇവർ വെളിവേയില്ല. മുട്ടുന്നത് വാതിലാണോ ജനലാണോ, നിൽക്കുന്നത് പെണ്ണാണോ ആണാണോ അമ്മൂമ്മയാണോ, ഈ തിരിച്ചറിയാൻ മേലാത്ത അവസ്ഥയാണ്. അമ്മപെങ്ങന്മാരെ തിരിച്ചറിയാൻ മേലാത്ത അവസ്ഥ എന്ന് നമ്മൾ പറയുമല്ലോ. ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ കിടക്കുന്നതെന്ന് വത്സലകുമാരി എഴുതുന്നു. ഡയറക്ടേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ഹാവ് എക്സ്പീരിയൻസ് സെവറൽ ഡിഫിക്കൽട്ടീസ്. ഇതിൽ വിഷമിക്കുന്നത് പ്രൊഡ്യൂസറും ഡയറക്ടറും. കാശ് മുടക്കുന്നത് പ്രൊഡ്യൂസറല്ലേ. കാര്യങ്ങൾ നേരെ ചൊവ്വേ നടന്നില്ലെങ്കിൽ ഇയാളുടെ പോക്കറ്റിൽ നിന്ന് കാശ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. സംവിധായകനെയും സിനിമ നേരെ ചൊവ്വേ, ഇവനൊന്നും നേരെ നിന്ന് കിട്ടിയിട്ട് വേണ്ടേ അഭിനയിക്കാൻ. ഈ അവസ്ഥ, അവരുടെ കാശ് പോകുന്നു. നോൺ പങ്ക്ച്വാലിറ്റി ടു ഷൂട്ടിംഗ് ലൊക്കേഷൻ ബൈ ദ ന്യൂ ജനറേഷൻ ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസസ്. ന്യൂ ജനറേഷൻ ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസസ് സമയത്ത് വരുന്നില്ല. അതിനെന്താ കാരണം? ഹൂ കൺസ്യൂം ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ്. ന്യൂ ജനറേഷൻ ആക്ടേഴ്സിനെ പറ്റി KB വത്സലകുമാരി തുറന്ന് എഴുതിയിരിക്കുന്നു. റിപ്പോർട്ടിൻ്റെ കയ്യിലുണ്ട്. ഏതെങ്കിലും ചാനലിന് വേണോ ചർച്ച ചെയ്യാനായിട്ട്? ഞാൻ അങ്ങോട്ട് തരണോ? ചാനലിൽ നിന്ന് ഇങ്ങോട്ട് നിന്ന് റിപ്പോർട്ടായത്. ഇതന്നെ വേണമെങ്കിൽ ഞാൻ തിരിച്ചങ്ങോട്ട് തരാം. ഒന്ന് ഈ വിഷയം, ഈ ന്യൂ ജനറേഷൻ ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസസ് കള്ളു കുടിച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചും സൈറ്റിൽ വരുന്നു എന്ന് KB വത്സലകുമാരി റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അവരുടെ പേരും പറയണ്ട, ഒന്നും പറയണ്ട, ഫോട്ടോയും കാണിക്കേണ്ട. ഇത് ഈ റിപ്പോർട്ടിൽ ഉണ്ടെന്നൊന്നും പറ. ഇത് ജസ്റ്റിസ് ഹേമ എഴുതി, ശാരദ എഴുതി, KB വത്സലകുമാരി എഴുതി, എന്നിട്ടും നിങ്ങളാരും ഇത് പുറത്ത് പറയുന്നില്ല. മഹാകഷ്ടം. അപ്പോൾ ഇങ്ങനെ ഡയറക്ടറും പ്രൊഡ്യൂസറും എല്ലാം വിഷമിക്കുന്നു. ആൻഡ് അടുത്തത് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസിങ് വെരി അബ്യൂസീവ് ലാംഗ്വേജ് എഗൻസ്റ്റ് പ്രൊഡ്യൂസേഴ്സ്. ഇത് സമയത്തിന് വരണം എൻ്റെ പൊന്നു മോനെ, ഇതൊന്ന് ചെയ്ത് ഞാൻ തരാം. ഇപ്പോൾ കാശ് എത്ര പോയി, ഇപ്പം തന്നെ 6 ലക്ഷം രൂപ ദിവസം എനിക്ക് ചിലവാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ യൂസിങ് അബ്യൂസീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ് തെറി പറയുമെന്ന് അർത്ഥം. പോടോ എന്നൊക്കെ പറഞ്ഞ് തെറി പറയും. എന്ത് ചെയ്യും? ഇവരെ വെച്ച് പകുതി കഥ തീർന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഈ നാടകം തുടങ്ങി. എന്താ ചെയ്യുക പ്രൊഡ്യൂസർ? ഇവരെ വെച്ച് തന്നെ തീർക്കണ്ടേ? ഈ സംഭവം നടക്കുന്നത് പൊള്ളാച്ചിയിലോ കൊടൈക്കനാലിലോ ഊട്ടിയിലോ ഒക്കെ ആയിരിക്കും. അവിടെ പോലീസുകാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇവരെ ഭീഷണിപ്പെടുത്താൻ പറ്റുമോ? അതെല്ലാം കൂടെ അലമ്പായി പോകില്ലേ? ഇങ്ങനെയൊക്കെ നിസ്സഹായരായി പോകുന്ന പ്രൊഡ്യൂസർമാർ. സച്ച് അൺപ്രൊഫഷണൽ ബിഹേവിയർ ഓൺ ദ ആക്ടർ ആക്ട്രസ് ഈസ് ആക്ടിങ് എറ്റ്സെട്ര. സച്ച് അൺപ്രൊഫഷണൽ ബിഹേവിയർ ഈസ് പാർട്ട് ഓഫ് സർട്ടൻ ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസസ് cause also great monetary loss to the producer and loss of time and other artists. എന്ത് ചെയ്യുമെന്ന് പറ. അവരും ഇത് പറയുന്നുണ്ട്. അവരുടെ സജഷനായിട്ട് അവർ പറയുന്നു, കൺസംഷൻ ഓഫ് ആൽക്കഹോളിക് ബെവറേജസ് ഷുഡ് ബി നോൺ കൺസംഷൻ ഷുഡ് ബി ഇൻസിസ്റ്റഡ് ഓൺ ബൈ പ്രൊഡ്യൂസേഴ്സ്. ഇതെങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ് ഹാവ് ബീൻ കംപ്ലീറ്റ്ലി ബാൻഡ് ഇൻ വർക്ക് സ്പേസസ് should be displayed very prominently in the workplace. വത്സലകുമാരിയുടെ സജഷനാണ്. അതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
ഷൂട്ടിംഗ് സ്ഥലത്ത് വലിയ ബോർഡ് വയ്ക്കണം. സ്മോക്കിംഗ്, ആൽക്കഹോളിക് ഡ്രിങ്ക്സ്, ഡ്രഗ്സ് എറ്റ്സെട്ര ഈസ് പ്രൊഹിബിറ്റഡ് അറ്റ് ദിസ് പ്ലേസ്. എന്തു ചെയ്യും? ഈ ഇടവഴിയിൽ മൂത്രമൊഴിക്കുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യും എന്ന് പറഞ്ഞ് എഴുതി വയ്ക്കുമല്ലോ. അത് കാണുമ്പോഴാണ് നമുക്ക് ഇവിടെ മൂത്രമൊഴിക്കാൻ സ്ഥലമുണ്ട് എന്ന് പറയുന്ന പോലത്തെ ബോർഡ് വയ്ക്കണം. എന്തുമായിക്കോട്ടെ, അത് കഴിഞ്ഞ് ഞാനിത് സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. ഡ്രഗ്സ് എവിടെയൊക്കെ വരുന്നോ അത് മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. കൺസംഷൻ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ് ഈസ് ക്വയറ്റ് റാമ്പൻറ്റ് ഇൻ സിനിമ. ഒരിക്കൽ കൂടി വത്സലകുമാരി പറയുന്നു, ക്വയറ്റ് റാമ്പൻറ്റ് എന്ന് പറഞ്ഞാൽ വ്യാപകമാണ് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ. വൺ വിറ്റ്നസ് ഹൂ ഈസ് വെരി ഹൈ ഇൻ ദ ഫിലിം ഹെറാർക്കിയിൽ വെരി ഹൈ പ്ലേസ് ഉള്ള ഒരു വിറ്റ്നസ്, ആണോ പെണ്ണോ എന്നവർ പറയുന്നില്ല, സ്റ്റേറ്റഡ് ദാറ്റ് മോസ്റ്റ് പീപ്പിൾ കം ടു സെറ്റ്സ് ആഫ്റ്റർ ഡ്രിങ്കിങ്. കള്ളു കുടിക്കാതെ വരുന്നവർ അപൂർവമാണ്. യൂസ് ഓഫ് ഡ്രഗ്സ് ഈസ് ഓൾസോ വൈഡ് സ്പ്രെഡ്. വ്യാപകമായിട്ട് എല്ലാവരും ഡ്രഗ് ഉപയോഗിക്കുന്നു. അക്കോർഡിംഗ് ടു ദ വിറ്റ്നസ് ഓൾമോസ്റ്റ് എവരിബഡി യൂസസ് ഡ്രഗ്സ്. ഇനി എത്ര തവണ ഡ്രഗ് എന്ന് പറയണം? ഓൾമോസ്റ്റ് എവരിബഡി യൂസസ് ഡ്രഗ്. എക്രോസ് ദ ബോർഡാണ് KB വത്സലകുമാരി അടിക്കുന്നത് സിനിമ ഇൻഡസ്ട്രിയിൽ. ഓൾമോസ്റ്റ് എവരിബഡി. ഈ മൊഴി കൊടുത്തത് ആരാണെന്ന് നമ്മൾ എനിക്ക് മറ്റേ അശ്ലീല മൊഴിയൊക്കെയാണ് രഹസ്യം എന്ന് പറയുന്നത്. ഇര, അതിജീവിത, പിന്നെ മറ്റേ ആൾ, അവരുടെ ഒന്നും പേര് രഹസ്യമായിട്ട് വെച്ചു. ഇതാരാണെന്നൊന്ന് പറഞ്ഞേ. ഇങ്ങനെ ഡ്രഗ് അടിച്ചിട്ടാണ് എല്ലാവരും വരുന്നത് എന്ന് പറഞ്ഞ മനുഷ്യനോ മനുഷ്യത്തെയോ ആരാണെന്ന് പറ. അതെങ്കിലും ഒന്ന് പറ. ഇതൊരു കഷ്ടമാണെന്നറിയണേ. Their justification according to the witness is that with the intoxicant the creativity goes up. സർഗപ്രതിഭ ഉണരും, അതിങ്ങനെ വികസിക്കും. ഇതിന് ഇവർ കൂട്ടുപിടിക്കുന്നത് തമാശ എന്താണെന്നറിയാമോ? എഴുത്തച്ഛനെയാണ് കൂട്ടുപിടിക്കുന്നത്. എഴുത്തച്ഛൻ കഞ്ചാവ് അടിച്ചിട്ടാണ് എഴുതിയതെന്നാണ് മഹാഭാരതം എഴുത്തച്ഛൻ്റെ. അതിൽ പരാ 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 പരമപാഹിമാം പരമാനന്ദമെന്നതേ പറയാവൂ, ഇങ്ങനെ ലൈനുണ്ട്. അപ്പോൾ അത് കഞ്ചാവ് അടിച്ചിട്ട് എഴുത്തച്ഛൻ എഴുതിയ അതാണ് ഈ പരാ പരാ പര എന്നിങ്ങനെ വരാൻ കാര്യം. ഈ പൊട്ടന്മാർ ഇതൊന്നും വായിക്കാറില്ല. ഇതൊക്കെ പ്രസംഗത്തിൽ അങ്ങ് ജസ്റ്റിഫൈ ചെയ്തങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. ഇത് എഴുത്തച്ഛൻ്റെ 11ാമത്തെ വരിയാണ് പരാപരാ. അതിന് മുമ്പുള്ള ഒരു വരി ഞാൻ പറയാം. കള്ളു കുടിച്ചവനോ കഞ്ചാവ് വലിക്കാനോ പറയാൻ പറ്റാത്ത ഗിരീശ ശങ്കര ദുരിതനാശന. ഇത് കള്ളു കുടിച്ചിട്ട് ആർക്കെങ്കിലും നാക്ക് വഴങ്ങുമോ ഇത് പറയാനായിട്ട്? പണ്ട് ഈ ഊതിക്കുന്ന പരിപാടി യന്ത്രമൊന്നും വരാത്ത കാലത്ത് പോലീസുകാർ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത്, ഡ്രൈവർ കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഡ്രൈവറോട് പറയും, ശുചീന്ദ്രം എന്ന് പറയടാ. ഇവന് പറയാൻ പറ്റില്ല. കള്ളു കുടിച്ചിട്ട് നിങ്ങൾക്ക് ശുചീന്ദ്രം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ ഈ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള 10 ലൈൻസ് കഴിഞ്ഞിട്ട് 11ാമത്തെ ലൈനിലാണ് എഴുത്തച്ഛൻ പരാപരാപരാ എന്ന് എഴുതിയിരിക്കുന്നത്. അത് എഴുതിയതിന് അതിൻ്റെ ഭംഗിയുണ്ട്. എഴുത്തച്ഛൻ അത് മാത്രമല്ല, ചിത്രം വിചിത്രം വിചിത്രം വിചിത്രമേത് അത്ഭുതം 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 എന്നാണ് രാമരാവണ യുദ്ധത്തെപ്പറ്റി എഴുത്തച്ഛൻ എഴുതുന്നത്. അപ്പോൾ എഴുത്തച്ഛൻ എവിടെ നിൽക്കുന്നു? ഈ കഞ്ചാവ് അടിക്കുന്നവൻ എഴുത്തച്ഛനെ പിടിച്ച് രക്ഷപ്പെടാൻ നോക്കുകയാണ്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. എന്നിട്ട് ഇവരെഴുതുന്നു, when an actress was called for shooting, she did not go for the shoot. ഇത് ഈ വിറ്റ്നസ് പറയുന്നതാണ്. ഇയാൾ ആരാണ് അല്ലെങ്കിൽ ഇവൾ ആരാണ് എന്നറിയില്ല. ആക്ട്രസിനെ അഭിനയിക്കാൻ വിളിക്കുന്നു, അവർ വരുന്നില്ല. സ്റ്റേറ്റിംഗ് ദാറ്റ് ഷീ വാസ് മൂഡ് ഓഫ്. ഞാൻ മൂഡ് ഓഫ് ആയിരിക്കും, ഞാൻ വരുന്നില്ല. Despite being called repeatedly for the shoot, she did not go for the shoot. ആവർത്തിച്ച് വിളിച്ചു, ഒരുപാട് വിളിച്ചു, വരുന്നില്ല. For the producer, it is a huge loss amounting to about ₹4 lakhs per day. ഒരു ദിവസം 4 ലക്ഷം രൂപ വെച്ച് പ്രൊഡ്യൂസർക്ക് നഷ്ടം വരുന്നു. It was after much persuasion using her boyfriend. ബോയ്ഫ്രണ്ട് ഫോണിലൂടെയും നേരിട്ടും പലതവണ അപേക്ഷിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ദാറ്റ് ഷീ ഫൈനലി വെൻ ഫോർ ഷൂട്ട്. ഇതാണ് കാരണം.
ഈ മൂഡ് ഓഫ് ആകാൻ കാര്യം എന്താ? ഡ്രഗ്സ് കിട്ടിയില്ല. അതാണ് മൂഡ് ഓഫ് ആകാൻ കാരണം. ഇതൊക്കെ ദൈവമേ, ഇതെല്ലാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പുറത്ത് വന്ന കടലാസുകളിൽ മാത്രമുണ്ട്. ഞാനൊരു രഹസ്യ കടലാസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നില്ല. പുറത്ത് വന്ന് എല്ലാവർക്കും കിട്ടി. പിന്നെയും 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കയ്യിൽ ഇത് വരുന്നത്. അതും ഒരു ചാനൽ പ്രവർത്തകൻ എന്നോടൊരു ദയ തോന്നിട്ട്, ഇരിക്കട്ടെ ചേട്ടാ, വാട്സാപ്പിൽ ഇട്ട് തരാമെന്ന് പറഞ്ഞ് അയാളുടെ കോപ്പി സ്കാൻ ചെയ്ത് എനിക്ക് അയച്ചു തന്നതാണ്. ബട്ട് ആകെ ഒരു കുറ്റം ഞാൻ ചെയ്തിട്ട് ഞാനിത് വായിച്ച് നോക്കി. അപ്പോഴാണ് ഈ വിവരം വരുന്നത്. മലയാള സിനിമയിലെ ഏറ്റവും വലിയ കുഴപ്പക്കാരൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-ാം നമ്പർ ഡ്രഗാണ്, 2-ാം നമ്പർ ആൽക്കഹോളാണ്. അതിനെ ചൊല്ലിയാണ് ഈ ബഹളം മുഴുവൻ. പണ്ട് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞില്ലേ, കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം. അന്ന് കലഹത്തിന് കാരണം 2ആയിരുന്നു, ഒന്ന് കനകം, ഒന്ന് കാമിനി. ഇന്നിപ്പോൾ ഈ സിനിമയിലെ ഈ കൊട്ടാര വിപ്ലവത്തിനും ബഹളത്തിനും ഒക്കെ മൂലകാരണം അന്വേഷിച്ചാൽ ഒന്ന് മദ്യം, രണ്ടാമത്തത് മയക്കുമരുന്ന്. ബാക്കിയൊക്കെ ഇതിനെ തുടർന്നുണ്ടാകുന്ന വിഭ്രാന്തികളും പ്രശ്നങ്ങളും വാതിൽ മുട്ടലും മുട്ടാതിരിക്കലും ഒക്കെ ഇതിനെ തുടർന്നുണ്ടാകുന്നതാണ്. മൂലകാരണം ഇതാണ്. ഈ മൂലകാരണത്തെ ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല. കാരണം ഇതിൽ നിന്ന് പണമുണ്ടാക്കുന്നവർ, ഇതിൻ്റെ ബിസിനസ് നടത്തുന്നവർ, അവർ പുണ്യവാളന്മാരായിട്ട് അരങ്ങ് വാഴുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ഊഹം, മമ്മൂട്ടി ഇടപെട്ടിട്ട്, മമ്മൂട്ടി അമ്മയുടെ പ്രസിഡൻ്റൊന്നുമല്ല, മോഹൻലാൽ പ്രസിഡൻ്റാണ്. മമ്മൂട്ടി ആയിരിക്കണം ഒരു ഗ്രാമീണൻ്റെ ശുദ്ധഗതി കൊണ്ട് ഇവരോട് പറഞ്ഞു കാണും, രാജിവെക്കട, എടുത്ത് തലേന്ന് കളയിപ്പണ്ടാരി, എന്തിന് ഇതിൻ്റെ സമാധാനം പറയാൻ നിൽക്കുന്നു? എന്ത് കാര്യം? അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സുപ്രീം കോടതിയോ? ഇത് ആരെങ്കിലും കയറി പിടിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസിൽ പോയി എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് നമ്മളിതിന് ഉത്തരം പറയാനൊന്നും നിൽക്കേണ്ട. പത്രസമ്മേളനം വിളിച്ചിട്ട് മോഹൻലാലിന് മുമ്പിലിരിക്കും, മോഹൻലാലിനെ ചിത്രവധം ചെയ്യുക, മമ്മൂട്ടിയെ ടാർഗറ്റ് ചെയ്യുക, ഇതിൻ്റെയൊക്കെ ആവശ്യം മമ്മൂട്ടി പറഞ്ഞ് എടുത്ത് കളയിപ്പണ്ടായിരുന്നു തലേന്ന്. ഇതേ കിടക്കുന്ന രാജി. പിന്നെ കുറച്ച് പേർക്ക് എന്തോ പെൻഷനും മറ്റോ കൊടുക്കും. പെൻഷൻ കൊടുക്കാനായിട്ട് അമ്മയും വേണ്ട അമ്മൂമ്മയും വേണ്ട, അത് മൊബൈലിലൂടെ ട്രാൻസ്ഫർ ചെയ്യുക. ബാങ്കിലൊരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മതി, മാസം ഇത്ര രൂപ വെച്ച് ഇത്ര സിനിമ നടന്മാർക്ക് കൊടുക്കാനുണ്ട്, അത് കൊടുത്തേക്കണമെന്ന് പറഞ്ഞാൽ ബാങ്ക് അതാത് മാസം 1-ാം തീയതി അങ്ങ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കും. പണി കഴിഞ്ഞില്ലേ? ഇതിന് കമ്മിറ്റിയും വേണ്ട, ഒന്നും വേണ്ട. അതായിരിക്കണം മമ്മൂട്ടിയുടെ ഒരു നിഷ്കളങ്കമായ അപ്രോച്ചാണ് അതിൽ ഞാൻ കാണുന്നത്. അപ്പോൾ മോഹൻലാലും ഒക്കെ വിചാരിക്കും, ശരിയാണല്ലേ, എന്തിനീ പണ്ടാരെ കിട്ടുമ്പോൾ നടക്കുന്നത്? അമ്മയില്ലാത്ത കാലത്ത് ഇവിടെ സിനിമ ഉണ്ടായിരുന്നില്ലേ? ഈ ശാരദ, സത്യൻ, പ്രേം നസീർ, അടൂർ ബാസി ഒക്കെ ഉണ്ടാകും. അന്ന് അമ്മയില്ല അമ്മൂമ്മയില്ല, അന്നും സിനിമ ഇറങ്ങി, അന്നും അവാർഡുകൾ കിട്ടി. ചെമ്മീൻ അവാർഡ് കിട്ടി, നീലക്കുയിൽ അവാർഡ് കിട്ടി, എത്രയോ അവാർഡുകൾ ONVക്ക് കിട്ടി, വയലാർ രാമാറാവുക്ക് കിട്ടി. എല്ലാ കാര്യം ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഇവരെല്ലാം കൂടി രാജിവെച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോഴും നമ്മളുടെ ഇഷ്യൂ ബാക്കി നിൽക്കുന്നു. ഡ്രഗ് എന്നുള്ള വാക്ക് മീഡിയയിൽ നിരോധിച്ചത് ആര്? അതിന് ഉത്തരം കിട്ടേണ്ടത് തന്നെയാണ്. അതാണ് സമൂഹം കാത്തിരിക്കുന്ന ഉത്തരം. താങ്ക് യു.